ഒരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആർക്കെങ്കിലും പറയാൻ പറ്റോ? ആരാണ്? ആശാ ശരത്. അപ്പോൾ ആശാ ശരത് എൻ്റെ കൂടെ BCom പഠിച്ചതാണ്. 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നു. അന്ന് ആശാ ശരത്തും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കണ്ട് ആ 30 വർഷമായിട്ടും ഞങ്ങളുടെ ആ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ്. അതുമാത്രമല്ല, മറ്റുള്ളൊരു സെലിബ്രിറ്റീസിനെ പോലെയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് എപ്പോഴും എന്ത് ആവശ്യങ്ങൾക്കും ആശ വിളിച്ചാൽ വരാറുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി സാധാരണ എല്ലാ ഫ്രണ്ട്സിനും അയക്കുന്നവരെ ഒരു വോയിസ് മെസ്സേജ് മാത്രമാണ് അയച്ചത്. അപ്പോൾ എല്ലാവർക്കും അയക്കണം അതേപോലെ ഒരു മെസ്സേജ് അയച്ചു. ആശ അപ്പോൾ അതിന് റിപ്ലൈ ചെയ്തു, ജോബി എനിക്ക് അറിയത്തില്ല, എൻ്റെ ഷൂട്ടിംഗ് എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ 3-ാം തീയതി കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ചാടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കും. അതുപോലെ തന്നെ ഞാൻ അതുകൊണ്ട് പ്രതീക്ഷിച്ചില്ല ആശ വരും. ഞാൻ അവരോട് പറഞ്ഞില്ലേ മെസ്സേജ്, ആകെ പറഞ്ഞത് എൻ്റെ ഭാര്യയോടാണ്. അപ്പോൾ ആശ വരോ? അവൻ എനിക്കറിയില്ല, ആശയത്തിൽ തിരക്കുള്ളതാണ്. ഒരു മെസ്സേജ് കിട്ടും തന്നെ നമുക്ക് ഭാഗ്യമാണ്. അല്ലാതെ ആശാ ശരത്ത് ഇത്ര സിനിമകളിലും മറ്റ് നൃത്തരംഗത്തും ഇത്ര സുപ്രസിദ്ധയായിട്ടൊരു സിനിമ നടി ഇവിടെ എത്താതുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആശാ ശരത്തിന് മനോഗതം ഭവാൻ അറിഞ്ഞേ ശുഭാർദ്രമായ ദിനം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോബിയുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഞങ്ങൾ 3 വർഷം ശ്രീശങ്കര കോളേജിൽ ഒരുമിച്ച് പഠിച്ച് കലഹിച്ച് സ്നേഹിച്ച് ഒക്കെ പോയിട്ടുള്ള കൂട്ടുകാരാണ്. ജോബിയുടെ മക്കളുടെ ഒരു ചടങ്ങിന് ഞാനും എൻ്റെ കൂട്ടുകാരും, ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരാ വരാം. ഒരുപാട് സന്തോഷമുണ്ട് ജോബിയുടെ വീട്ടിൽ വരുവാനും ജോബിയുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ കാണാനും ഒക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. അന്നും ജോബിയും ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സൗഹൃദം തന്നെയാണ്. എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതും ഇതിലെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ സൗഹൃദത്തിൻ്റെ ഫലമാണ്. ഒരുപാട് പേർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനും വന്നിട്ടുള്ളത്. എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, അരുണുണ്ട്, അനിയുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്ക് കൂടിയാണ് ഞാനും വന്നിട്ടുള്ളത്. എല്ലാവരും റെപ്രസെൻറ്റേഷനായിട്ടാണ്. എല്ലാവർക്കും കണ്ടതിൽ ഒരുപാട് സന്തോഷം. മക്കൾക്ക് 4 പേർക്കും, ജോബിയുടെ 4 മക്കളാണ്, 4 മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും ഒക്കെ സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും നിങ്ങളുടെ ഒരു കുടുംബാംഗം തന്നെയാണ്, ഒരു അതിഥിയൊന്നുമല്ല. ഞാൻ മാത്രമല്ല, എൻ്റെ ഭർത്താവ് ശരത്തേട്ടനും വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഈ ഒരു ഏറ്റവും നല്ല നിമിഷത്തിൽ പങ്കുചേരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാ ഐശ്വര്യങ്ങളും. മനോഗതം ശുഭാർദ്രമായ ദിനം സലോലം അതിലോലം ബാലേ മലർമാരുതൻ പൂത്തൂകി മേഘജാലം മേലേ മദാരയാ ചിരിയേകി വിപ്പൊഴിയുമേ നിലീനമൗനം അറിയുമേ സുഖാനുരാഗം ആദ്യമായി